ദേവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം. 5-ാം ദിവസം. ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന. 5-ാം ദിവസം. സ്വർഗീയ രാജ്ഞിയിൽ ദൈവഹിതത്തിൻ്റെ 5-ാമത്തെ കാൽവയ്പ്. പരീക്ഷണത്തിലെ വിജയം. ആത്മാവ് കന്യകയോട്, സ്വർഗീയ സർവാധിനാഥേ, അങ്ങയുടെ മാതൃമടിയിലിരുത്താനായി അങ്ങ് എൻ്റെ നേരെ അങ്ങയുടെ കരങ്ങൾ നീട്ടിയിരിക്കുന്നത് ഞാൻ കാണുന്നു. എൻ്റെ സ്വർഗീയ അമ്മയുടെ നിർമ്മലമായ ആലിംഗനങ്ങളും പരിശുദ്ധമായ പുഞ്ചിരിയും ആസ്വദിക്കാൻ ഞാൻ ഓടിയെത്തുന്നു. അല്ല, ഞാൻ പറന്നെത്തുന്നു. പരിശുദ്ധ അമ്മേ, ഇന്നത്തെ അങ്ങയുടെ രൂപഭാവം ഒരു വിജയ ശ്രീലാളിതയുടേതാണ്. ഈ വിജയത്തിൻ്റെ അന്തരീക്ഷത്തിൽ അങ്ങയുടെ പരീക്ഷണത്തിൻ്റെ വിജയത്തെക്കുറിച്ച് എന്നോട് വിശദീകരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അത്യധികം ശ്രദ്ധയോടെ ഞാൻ അങ്ങയെ ശ്രവിക്കും. കർത്താവ് എനിക്കായി നൽകുന്ന പരീക്ഷണങ്ങളിൽ വിജയം വരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ രാജ്ഞിയുടെ പാഠങ്ങൾ. ഓ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞേ, എൻ്റെ രഹസ്യങ്ങൾ നിന്നോട് തുറന്നു പറയാൻ ഞാൻ എത്രമാത്രം അഭിലഷിക്കുന്നു. അതെനിക്ക് ഉന്നതമായ മഹത്വം നൽകും. ഒപ്പം എൻ്റെ അമലോത്ഭവം, എൻ്റെ വിശുദ്ധി, എൻ്റെ പരമാധികാരം, എൻ്റെ മാതൃത്വം എന്നിവയുടെ പ്രഥമ കാരണമായ ദിവ്യമായ ഫിയാത്തിനെയും മഹത്വപ്പെടുത്തും. ഫിയാത്തിനോട് ഞാൻ സർവ്വ കാര്യങ്ങളിലും കടപ്പെട്ടിരിക്കുന്നു. മറ്റൊന്നും എനിക്കറിയില്ല. പരിശുദ്ധ സഭ എന്നെ ബഹുമാനിക്കുന്നതിന് കാരണമായി തീർന്ന ഉന്നതമായ പ്രത്യേക ആനുകൂല്യങ്ങളെല്ലാം എന്നിൽ ഭരണം നടത്തുകയും വാഴുകയും ജീവിക്കുകയും ചെയ്യുന്ന ദൈവഹിതത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തെയും ഭൂമിയെയും അതിശയിപ്പിക്കുന്ന അനവധി ആനുകൂല്യങ്ങളും പ്രശംസനീയമായ ഫലങ്ങളും എന്നിൽ ഉളവാക്കിയ ദൈവഹിതത്തെ എല്ലാവരും അറിയണമെന്ന് ഞാൻ തീവ്രമായി അഭിലഷിക്കുന്നത്. പ്രിയ കുഞ്ഞെ, ഇപ്പോൾ എന്നെ ശ്രവിക്കുക. പരമോന്നത ദൈവം എന്നോട് എൻ്റെ മാനുഷിക ഇച്ഛാശക്തിയെ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ മനുഷ്യഹിതത്തിന് സൃഷ്ടിയിൽ ചെയ്യാൻ കഴിയുന്ന ഗൗരവതരങ്ങളായ ഉപദ്രവങ്ങളും എല്ലാറ്റിനെയും സൃഷ്ടാവിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയെപ്പോലും എപ്രകാരം അത് അപകടത്തിലാക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയാൽ സൃഷ്ടി ഒരു ചഞ്ചലാവസ്ഥയിലാണ്. അത് ദുർബലവും അസ്ഥിരവും ക്രമരഹിതവുമാണ്. കാരണം ദൈവം മനുഷ്യഹിതത്തെ സൃഷ്ടിച്ചത് സ്വാഭാവികമായും അതിൻ്റെ ബലവും മൂലശക്തിയും പിന്തുണയും ഭക്ഷണവും ജീവനുമായ ദൈവഹിതത്തോട് ഐക്യപ്പെട്ട് പ്രവർത്തിക്കാനാണ്. അതിനാൽ നമ്മുടെ ഹിതത്തിന് ദൈവഹിതത്താൽ ജീവൻ നൽകുന്നില്ലെങ്കിൽ സൃഷ്ടിയിൽ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച എല്ലാ നന്മകളും, നമ്മുടെ സൃഷ്ടികർമ്മത്തിൽ നമ്മുടെ മനുഷ്യ പ്രകൃതിക്ക് ലഭിച്ച എല്ലാ അവകാശങ്ങളും നാം തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഓ, ദൈവ തിരുമുൻപിൽ ചെയ്യുന്ന ഗൗരവമായ തെറ്റും സൃഷ്ടിയുടെ മേൽ പെയ്തിറങ്ങുന്ന തിന്മകളും വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഹിതാനുസരണം ഞാൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഭയത്താലും ഭീകരതയാലും ഞാൻ നടുങ്ങി. കാരണം സത്യമായും ആദത്തെയും ദൈവം നിഷ്കളങ്കനായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ ആദം സ്വന്തഹിതം പ്രവർത്തിച്ചുകൊണ്ട് തന്നെയും എല്ലാ തലമുറകളെയും എത്രയോ വലിയ തിന്മകളിലേക്കാണ് ആഴ്ത്തിയത്. ഇക്കാരണത്താലാണ് നിങ്ങളുടെ ഈ അമ്മ ഭയചകിതയായി, അതിനേക്കാൾ ഉപരി എൻ്റെ സൃഷ്ടാവിനോടുള്ള സ്നേഹത്താൽ പ്രേരിതയായി എൻ്റെ ഹിതം ഒരിക്കലും ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്തത്. അനേകം കൃപാസാഗരങ്ങളും പ്രത്യേക അവകാശങ്ങളും എനിക്ക് നൽകിയ ദൈവത്തിന് എൻ്റെ ത്യാഗത്തിൻ്റെ കൂടുതൽ ഉറപ്പും തെളിവുകളും നൽകുന്നതിനായി എൻ്റെ മനുഷ്യഹിതത്തെ സ്വകരങ്ങളിൽ എടുത്ത് നിരന്തരമായ സ്നേഹവും ബലിയും അർപ്പിക്കുന്നതിന് ദൈവിക സിംഹാസനത്തിൻ്റെ കാലുകളോട് അവയെ ചേർത്ത് ബന്ധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും എൻ്റെ ഹിതം ഉപയോഗിക്കാതെ എപ്പോഴും ദൈവഹിതം ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. എൻ്റെ കുഞ്ഞെ, എൻ്റെ സ്വന്തം ഹിതമില്ലാതെ ജീവിക്കുന്ന എൻ്റെ ത്യാഗത്തിന് അത്ര വലിയ പ്രാധാന്യം നിനക്ക് തോന്നുകയില്ലായിരിക്കും. എന്നാൽ എൻ്റേതിനോട് സമാനമായ ഒരു ത്യാഗവുമില്ല എന്ന് എനിക്ക് നിന്നോട് പറയാൻ സാധിക്കും. തീർച്ചയായും ലോകചരിത്രത്തിലെ മറ്റെല്ലാ ത്യാഗങ്ങളെയും എൻ്റേതിനോട് തുലനം ചെയ്യുമ്പോൾ നിഴലുകൾ എന്ന് മാത്രമേ വിളിക്കാൻ സാധിക്കൂ. ഒരു ദിവസത്തേക്ക് ബലിയാകുവാനും ഒരു നിമിഷത്തിൽ അതെ എന്ന് പറയാനും മറ്റൊരു നിമിഷത്തിൽ അല്ല എന്ന് പറയാനും എളുപ്പമാണ്. എന്നാൽ എല്ലാ നിമിഷങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും ഒരാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളിലും എന്നു വേണ്ട ഒരാളുടെ ജീവിതം മുഴുവനും സ്വന്തം ഹിതത്തിന് ഒരിക്കൽ പോലും അവസരം നൽകാതെ തന്നെ ബലിയാക്കുക, ഇതാണ് ത്യാഗങ്ങളുടെ ത്യാഗം. സൃഷ്ടാവായ ദൈവത്തിന് ഒരാൾക്ക് അർപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ സാക്ഷ്യവും പരിശുദ്ധമായ സ്നേഹവും ഇതാണ്. ദൈവഹിതത്തിൽ നിന്ന് തന്നെ സാംശീകരിച്ചെടുത്ത സ്നേഹം.
ഈ ത്യാഗം ശ്രേഷ്ഠമാണ്. കാരണം ഒരു സൃഷ്ടിയോട് ഇതിലുമുപരിയായി ഒന്നും ചോദിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. എന്നതുപോലെ തന്നെ സൃഷ്ടാവിന് വേണ്ടി തന്നെ ബലിയർപ്പിക്കാൻ ഇതിനേക്കാൾ ഉന്നതമായ മറ്റൊരു മാർഗം കണ്ടെത്താൻ ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, എൻ്റെ സൃഷ്ടാവിന് എൻ്റെ ഹിതത്തെ ഞാൻ സമ്മാനമായി നൽകിയപ്പോൾ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിച്ച പരീക്ഷയിൽ വിജയം വരിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു. ഒപ്പം എൻ്റെ മാനുഷിക ഹിതത്തിന്മേൽ വിജയം നേടിയതായി ദൈവത്തിനും അനുഭവപ്പെട്ടു. കരുണയോടും ദയയോടും കൂടി വർത്തിച്ച് മനുഷ്യരാശിയുമായി കാര്യങ്ങൾ പരിഹരിക്കാൻ എൻ്റെ തെളിവിനായി ദൈവം കാത്തിരുന്നു. സ്വന്തം ഹിതപ്രകാരമല്ലാതെ ജീവിക്കുന്ന ഒരാത്മാവുണ്ടായിരിക്കുക. പരീക്ഷണത്തിലെ വിജയത്തിന് ശേഷമുള്ള ദൈവഹിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിവരിക്കാൻ നിനക്കായി ഞാൻ വീണ്ടും കാത്തിരിക്കും. എന്നാൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞെ, ഒരു ചെറിയ വാക്കുകൂടി നിന്നോട് ഞാൻ പറയാം. നിൻ്റെ ഹിതമില്ലാതെ നീ ജീവിക്കുന്നത് കാണുവാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ നിൻ്റെ അമ്മയാണെന്ന് നിനക്കറിയാം. ഒരമ്മ തൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിൻ്റെ അമ്മയെപ്പോലെ നിൻ്റെ ഹിതമില്ലാതെ ജീവിക്കാനായി നീ തീരുമാനമെടുത്തില്ലെങ്കിൽ നിനക്ക് എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുക? നീ ഇതിനായി സമർപ്പണം ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് എല്ലാം നൽകും. ഞാൻ നിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ഉണ്ടായിരിക്കും. പരിപൂർണമായി ദൈവഹിതത്തിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞിൽ നിന്ന് നന്മയും സംതൃപ്തിയും സന്തോഷവും എനിക്ക് ലഭിച്ചാൽ ഞാൻ പൂർണ്ണമായും ആ കുഞ്ഞിൻ്റെ സ്വന്തമായിരിക്കും. ആത്മാവ്: സർവാധിപയായ വിജയ ശ്രീലാളിതേ, ഞാൻ എൻ്റെ ഹിതത്തെ അങ്ങയുടെ മാതൃകരങ്ങളിൽ പരമേൽപ്പിക്കുകയാണ്. അതിനാൽ ഒരമ്മയെപ്പോലെ അങ്ങ് തന്നെ അതിനെ എനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുകയും മനോഹരമാക്കുകയും ചെയ്യണമേ. ദൈവിക സിംഹാസനത്തിൻ്റെ കാലുകളിൽ അങ്ങയുടെ ഹിതത്തോടൊന്നിച്ച് ഇതിനെയും അങ്ങ് ബന്ധിക്കണമേ. അങ്ങനെ ഞാൻ ഇനി ഒരിക്കലും സ്വന്തം ഹിതത്തിൽ ജീവിക്കാതെ എപ്പോഴും എന്നേക്കും ദൈവഹിതത്തിൽ ജീവിക്കട്ടെ. സൽകൃത്യം: എൻ്റെ ബഹുമാനത്തിനായി ഇന്ന് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നിൻ്റെ ഹിതത്തെ എൻ്റെ മാതൃകരങ്ങളിൽ സമർപ്പിച്ചതിന് ശേഷം നിൻ്റെ ഹിതത്തിൻ്റെ സ്ഥാനത്തേക്ക് ദൈവഹിതം ഒഴുക്കണമേ എന്ന് എന്നോട് ആവശ്യപ്പെടണം. സുഹൃത ജപം: വിജയശ്രീലാളിതയായ രാജ്ഞി, എൻ്റെ ഹിതത്തെ ദൂരെ അകറ്റി ദൈവഹിതത്തെ എനിക്ക് നൽകണമേ. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. ഗലാത്യർ 5:1.